السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الحمد لله. Dear friends, അഹ്കാമുൽ മീം സാക്കിന, മീം സാക്കിനയുടെ നിയമങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് റൂൾ, മീം സാക്കിനക്ക് ശേഷം ബാ വന്നു കഴിഞ്ഞാലുള്ള നിയമം ഇഖ്ഫാ ഷഫവി, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തൊരു നിയമം പഠിക്കാനുള്ളത് ഇദ്ഗാം. ഇദ്ഗാം സഗീർ എന്ന് പറയാറുണ്ട്, ഇദ്ഗാം ഷഫവി എന്ന് പറയാറുണ്ട്, ഇങ്ങനെ പല പേരുകൾ അത് അറിയപ്പെടാറുണ്ട്. എന്താണ് ഇദ്ഗാം എന്ന് പറഞ്ഞാൽ? മേജ് ചെയ്യുക, അല്ലെ, കൂട്ടിച്ചേർക്കുക. അഹ്കാമു നൂൻ സാക്കിന തെൻവീൻ പഠിച്ചപ്പോൾ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? മീം സാക്കിനക്ക് ശേഷം അതേ അക്ഷരം വന്നു കഴിഞ്ഞാൽ നമ്മൾ കവിതയിൽ ഇങ്ങനെ പഠിക്കുന്നത്, തുഹ്ഫത്തുൽ അത്ഫാലിൽ വസ്സാനി ഇദ്ഗാമുൻ ബിമിസ്ലിഹാ അതാ വസമ്മി ഇദ്ഗാമൻ സഗീറൻ യാ ഫതാ. രണ്ടാമത്തത് അഹ്കാമുൽ മീം സാക്കിനിലെ രണ്ടാമത്തെ റൂള് ഇദ്ഗാമുൻ ബിമിസ്ലിഹ എന്ന് പറഞ്ഞാൽ എന്താ? ഇദ്ഗാം വരിക, ബിമിസ്ലിഹ അതുപോലുള്ളത് എന്ന് പറഞ്ഞാൽ മീമിന് ശേഷം മീം വരിക, രണ്ടും ഒരുപോലെയാണല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് ഇദ്ഗാമൻ സഗീർ എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ നൂൻ സാക്കിന തെൻവീനിൽ ഒരു ഇദ്ഗാം പഠിച്ചല്ലോ, ഇനി മീം സാക്കിനിൽ വ്യത്യസ്തമായി മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യണമല്ലോ, അപ്പോൾ ഇദ്ഗാം സഗീർ എന്ന് പറയാം. അങ്ങനെ സഗീർ എന്ന് പറയാനുള്ള ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇദ്ഗാം അല്ലെ ഷദ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇദ്ഗാമിൽ എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റിലത്തെ ലെറ്റർ അല്ലെ രണ്ട് മീം വരുന്നിരിക്കുക. ഫസ്റ്റിലത്തെ ലെറ്റർ എന്ത് ചെയ്യുന്നു? മീം സാക്കിനാവും. രണ്ടാമത്തെ എന്ത് ചെയ്യുന്നു? ഹറക്കത്തുള്ള മീം വരും. മീം സാക്കിനയുടെ നിയമം പഠിക്കുന്നത്. അപ്പോൾ അടുത്ത മീം അത് ഹർക്കത്തുള്ള മീമായിരിക്കണം കേട്ടോ. അവിടെ ഫത്ഹോ കെസ്റോ ലൊമ്മ വരണം, ഹർക്കത്തുള്ള മീമായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണേ, സുക്കൂനുള്ള മീമിന് ശേഷം അടുത്ത മീം അത് ഹർക്കത്തുള്ള മീം വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇദ്ഗാം ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തേതിന് സുക്കൂനും രണ്ടാമത്തേതിന് ഹർക്കത്തും വരുന്നത് കൊണ്ട് പറയുന്നൊരു പേരാണ് ഇദ്ഗാം സഗീർ എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ചില എക്സാമ്പിൾ നോക്കുമ്പോൾ ക്ലിയർ ആവും ഇൻഷാ അല്ലാഹ്. സൂറത്ത് ഖുറൈശ് എല്ലാവർക്കും അറിയാലോ, എല്ലാവരും കൂടെ ഒന്ന് ഓതോ. എൻ്റെ അതിലെവിടെയാണ് ഈ ഇദ്ഗാം വരുന്നത്? ഇദ്ഗാമുൽ മുതമാസിലൈൻ അല്ലെ ഇദ്ഗാം സഗീർ എവിടെ വരുന്നത് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലഇലാഫി ഖുറൈശ് إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ലാസ്റ്റ് ആയത്ത് ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്ക്. الذي أطعمهم من جوع അല്ലേ, ഇവിടെ വന്നത് أطعمهم من جوع. أطعمهم من ഫസ്റ്റിലത്തെ മീമിന് സുക്കൂന്, അടുത്ത മീമിന് ഹർക്കത്ത് വന്നു. അവിടെ ഹർക്കത്ത് എന്താ വന്നത്? കെസ്റാണ് വന്നത്. അപ്പോൾ രണ്ടു കൂടുമ്പോൾ ഷദ് കൊടുത്തു ഓതാണ്. أطعمهم من جوع. ഇനി അടുത്ത് നോക്കാം. وآمنهم من خوف. وآمنهم من خوف അല്ലേ, وآمنهم من خوف. وآمنهم അല്ലേ, ഹും അവിടെ മീമിന് സുക്കൂന് വന്നു, അടുത്ത മീമിന് ഹർക്കത്ത് വന്നു. ലാസ്റ്റ് ആയത് ഒന്നുകൂടി ഒന്നിച്ച് ചോദ്യനെ. الذي أطعمهم من جوع وآمنهم من خوف. ഓക്കെ, അൽഹംദുലില്ലാഹ്. വേറെ ചില എക്സാമ്പിൾ നോക്കാം.
അലിമ അൻ സയകൂനു മിൻകും മർളാ. ഏത് സൂറയാണ്? സൂറത്തുൽ മുസമ്മിൽ അവസാനത്തെ ആയത്ത് നോക്കുക. അലിമ അൻ സയകൂനു അലിമ അൻ സയകൂനു മിൻകും മർളാ മിൻകും മർളാ അല്ലേ? മിൻകും മർളാ. ഇനി സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നുണ്ട്, وما تقدموا لأنفسكم من خير تجدوه عند الله. അല്ലേ? ശരിക്ക് നമ്മൾ അർത്ഥം കൂടി മനസ്സിലാക്കി ഓതുമ്പോൾ ഭയങ്കര രസമായിരിക്കും. അള്ളാഹു പറയാണെന്ത്? നാളെ പരലോകത്ത് നമുക്ക് വെച്ച ഹൈർ, നമ്മൾ ചെയ്ത അമലുകളെ കുറിച്ച് പറയാണ്. നമ്മൾക്ക് വേണ്ടി ചെയ്ത അമലുകൾ അവിടെ നന്മയായി കാണും അള്ളാഹുവിൻ്റെ അടുക്കൽ. وما تقدموا لأنفسكم من خير تجدوه عند الله. അവിടെ എങ്ങനെയാണ്? ഔഫുസിക്കും മിൻ അല്ലേ? ഫസ്റ്റിലത്തെ മീമിന് സുകൂൻ, സെക്കൻഡിന് ഹർക്ക. ഏതാ ഹർക്കാവുന്നത്? കെസ്റ് വന്നു. അപ്പോൾ ഷെദ് കൊടുത്ത് നമ്മൾ മേർജ് ചെയ്ത് ഒറ്റ അക്ഷരം കേൾക്കുമ്പോൾ ശരിക്കും നോക്കൂ, ഔഫുസിക്കും മിൻ അല്ലേ? കൂ എന്ന് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ അക്ഷരമാണ്, കുമ്മിൻ. അപ്പം അങ്ങനെ ഓതിയാൽ മതി. ഇനി അടുത്ത വരുന്നത് യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത്. ഇത് സൂറത്തുൽ ഹജ്ജിൽ രണ്ടാമത്തെ ആയത്ത് കേട്ടോ. പരലോകത്തെ അവസ്ഥ പറയാണ്, വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. അൽഹംദുലില്ലാ. ഇവിടെ ഏതാ അക്ഷരം വരുന്നത് അല്ലേ? മീം സാക്കിനക്ക് ശേഷം അടുത്തത് ഹർക്കത്തുള്ള അക്ഷരം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? അത് രണ്ടും മേർജ് ചെയ്തിട്ട് ഒരൊറ്റ അക്ഷരമാക്കി പ്രൊനൗൺസ് ചെയ്യും. അതിനാണ് ഇദ്ഗാമുൽ മുതമാസിലൈൻ, ഇദ്ഗാം സഗീർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമ്മുടെ ഖുർആൻ റെസിറ്റേഷൻ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം? മനോഹരമാക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.